നമസ്കാരം. ചെറുകഥകൾ കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കഥാകാരനാണല്ലോ ടി പത്മനാഭൻ. ഒരു നോവലൈറ്റ് പോലും പത്മനാഭൻ സാർ എഴുതിയിട്ടില്ല. എല്ലാം ചെറുകഥകൾ മാത്രമാണ്. എറണാകുളത്ത് FACT-യിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. കണ്ണൂരിലെ പള്ളിക്കുന്നുകാരനായ ടി പത്മനാഭൻ LLB-കാരനാണെങ്കിലും വക്കീലൊന്നും ആയില്ല. FACT-യിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായാണ് അദ്ദേഹം പെൻഷനാവുന്നത്. വക്കീലായിരുന്നെങ്കിൽ ചിലപ്പോൾ കോടതിയിൽ ജഡ്ജി എടുത്ത് കൊടുത്തന്നെ. പത്മനാഭൻ സാർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. FACT-യുടെ ക്വാർട്ടേഴ്സിലാണ് കൂടുതൽ കാലം പത്മനാഭൻ സാർ ഭാര്യയുമായിട്ട് ജീവിച്ചത്. അവർക്ക് മക്കളില്ല. 1931 ഫെബ്രുവരി 5 ജനിച്ച ടി പത്മനാഭൻ 1948 ആദ്യത്തെ കഥ എഴുതി. വെറും 17 വയസ്സുള്ളത്. ഇപ്പോൾ 94 വയസ്സായി. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് ടി പത്മനാഭൻ സാറിന്. ഗൗരി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മക്കാൻ സിംഗിൻ്റെ മരണം, സാക്ഷി മുതലായ കഥകൾ കാലാതിവർത്തിയായി മലയാളി ഉള്ളിടത്തോളം കാലം കടൽ ഒക്കെ ഉണ്ടാവും. ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും വിവർത്തനം ചെയ്തിട്ടുള്ള ചുരുക്കം മലയാള കഥാകാരന്മാരിൽ ഒരാളാണ് ടി പത്മനാഭൻ സാർ. വയലാർ അവാർഡ് അടക്കം പ്രധാന പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തെ തേടി വന്നിരുന്നു. എവിടെയോ വച്ച് MT-യുമായി മാനസികമായി അകന്നു. അതിനെന്ത് പറ്റിയെന്ന് കേട്ടാൽ, ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ഓണപ്പതിപ്പിൽ ഒരു കഥ ചോദിച്ചാൽ ഓണപ്പതിപ്പ് ഓപ്പൺ ചെയ്യുന്ന ആദ്യ പേജിൽ എൻ്റെ കഥ കൊടുക്കണം എന്ന് അദ്ദേഹം എല്ലാവരോടും വാശി പിടിക്കുന്നത്. എഗ്രിമെൻ്റ് എഴുതി വാങ്ങിക്കുമായിരുന്നു. എൻ്റെ കഥ ആദ്യമായിട്ട് കൊടുക്കുമെങ്കിൽ മാത്രമേ മാതൃഭൂമിക്കായാലും മനോരമയ്ക്കായാലും ആർക്കായാലും അദ്ദേഹം കഥ കൊടുക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഒരു നിബന്ധന പത്മനാഭൻ സാർ വെച്ചു. ടി പത്മനാഭൻ്റെ കഥ ആദ്യം കൊടുത്തിട്ട് MT-യുടെ കഥ പിന്നാലെ കൊടുക്കുന്നതിൽ ഒരു വൈക്ലഭ്യം പത്രക്കാർക്ക് തോന്നി. സ്വാഭാവികമാണല്ലോ. ഒടുവിൽ അവർ വേറൊരു വഴി കണ്ടുപിടിച്ചു. ഓണപ്പതിപ്പ് 2 ഭാഗമാക്കുക. ഒന്നിൽ ആദ്യത്തെ കഥയായി ടി പത്മനാഭൻ്റെയും അടുത്തതിൽ MT അടക്കമുള്ള ആരുടെയെങ്കിലും കഥ കൊടുത്ത് പ്രശ്നം പരിഹരിച്ചു. FACT-യിൽ ഉദ്യോഗസ്ഥനായിരിക്കെ കമ്പനി കൊടുത്ത ക്വാർട്ടേഴ്സിന് മുന്നിൽ നിറയെ പേരയ്ക്ക കായ്ക്കുന്ന മരങ്ങളായിരുന്നു മുറ്റത്തുണ്ടായിരുന്നത്. സഹപ്രവർത്തകരുടെ വികൃതികളായ കുട്ടികൾ ടി പത്മനാഭൻ്റെ ക്വാർട്ടേഴ്സിൽ അതിക്രമിച്ച് കയറി പേരയ്ക്ക പൊട്ടിച്ചുകൊണ്ട് ഓടുമായിരുന്നു. കൊച്ചു കുട്ടികളല്ലേ, നമ്മളൊക്കെ മാങ്ങ എറിഞ്ഞും പുളി എറിഞ്ഞൊക്കെ നടന്നിട്ടില്ലേ സ്കൂളിൽ പോകുമ്പോൾ. കർക്കശക്കാരനായ ടി പത്മനാഭന് അത് വലിയ രോഷമുണ്ടാക്കി. ഒരു നാൾ അദ്ദേഹം പേരയ്ക്ക മോഷ്ടിക്കാൻ വന്ന 3-4 കുട്ടികളെ പിടികൂടി ക്വാർട്ടേഴ്സിലുള്ള കാർ ഷെഡിൽ അടച്ചിട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുട്ടികളെ കാണാതായപ്പോൾ ശരിക്കും വീട്ടുകാർ പേടിക്കുമല്ലോ. അവർ പല വഴി ഓടി കുട്ടികളെ തേടി. ഇതൊന്നും ഞാനറിയാത്ത പ്രശ്നമാണ് എന്ന മട്ടിൽ മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്നത് പോലെ ടി പത്മനാഭൻ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ നിന്നു. ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇവർ ഓടുന്ന കാര്യം പുള്ളിക്ക് അറിയാം, പക്ഷേ പുള്ളി അറിഞ്ഞിടത്തുള്ളൂ. മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം കുട്ടികളെ തുറന്നു വിട്ടു. കുറച്ച് നേരം കൂടി കടന്നു പോയിരുന്നെങ്കിൽ ആ കുട്ടികളുടെ ജീവൻ ചിലപ്പോൾ അപകടത്തിൽ ആയേനെ. ഇതോടെ ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാരെല്ലാം ഈ കുട്ടികളുടെ പ്രശ്നത്തോടുകൂടി ടി പത്മനാഭനുമായിട്ട് ഒരു ഗ്യാപ്പിട്ടു. കുട്ടികൾ രഹസ്യമായി അദ്ദേഹത്തെ പട്ടി പത്മനാഭൻ എന്ന് വിളിച്ച് രോഷം തീർത്തു. പത്മനാഭൻ സാർ നടന്നു പോകുമ്പോൾ നോക്കടാ പട്ടി പത്മനാഭൻ പോണു എന്ന് പറഞ്ഞ് ആ അടച്ചിട്ട രോഷം തീർത്തു. സ്വന്തമായി കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനാലാണോ ടി പത്മനാഭൻ എന്ന കഥാകാരൻ ദുർവാസാവിനെ പോലെ പെരുമാറിയിരുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മുടെ സിനിമാ ചാനലിൽ സിനിമാക്കാരനല്ലാത്ത ടി പത്മനാഭനെ പറ്റി ഇത്രയും പറഞ്ഞത് എന്തിന് എന്നാവും നിങ്ങളുടെ സംശയം. പറയാം. ടി പത്മനാഭനെ ആരാധനയോടെ കാണുന്ന സിനിമാക്കാരനാണ് തിരക്കഥാകൃത്ത് കലു ഡെന്നീസ്. അദ്ദേഹം മാധ്യമം വാരികയിൽ എഴുതിയ
സിനിമാ അനുഭവങ്ങളുടെ പുസ്തകമായ നിറഭേദങ്ങൾ, അതിൻ്റെ അവതാരിക എഴുതിയത് സാക്ഷാൽ ടി പത്മനാഭ സാറാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും കാണുകയും ചെയ്യുന്ന കുറേ സിനിമകൾക്ക് ദൃശ്യഭാഷയൊരുക്കിയ എഴുത്തുകാരനാണ് കലു ഡെന്നിസ് എന്നാണ് ടി പത്മനാഭൻ അവതാരികയിൽ എഴുതിയത്. നല്ല സിനിമകൾ ഭാഷാ വ്യത്യാസമില്ലാതെ കാണുന്ന ആളായിരുന്നു ടി പത്മനാഭൻ. എറോൾ ഫ്ലിൻ അഭിനയിച്ച അഡ്വഞ്ചേഴ്സ് ഓഫ് ഡോൺ ജുവാൻ എന്ന സിനിമ പത്മനാഭ സാർ കണ്ണൂരിൽ വെച്ചോ എറണാകുളത്ത് വെച്ചാണെന്നാണ് കയറി മാറ്റിനി ഷോ കണ്ടു. പടം ഭയങ്കരമായിട്ട് പത്മനാഭ സാറിന് ഇഷ്ടമായി. മാറ്റിനി വിട്ട ഉടനെ തന്നെ തിയേറ്ററിലെ കൗണ്ടറിൽ കയറി നിന്ന് വീണ്ടും ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് ഷോയും കണ്ടു. എന്നിട്ടാണ് അദ്ദേഹം വീട്ടിൽ പോയത്. അത്രയും സിനിമയോട് ആരാധനയുള്ള ഒരാളാണ് ടി പത്മനാഭൻ. യാദൃച്ഛികമായി ടി പത്മനാഭൻ ടി വിയിൽ ഒരു മലയാള സിനിമ കണ്ടു. വലിയ താരനിരയൊന്നുമില്ലാത്ത സിനിമ. ചിത്രം അനിൽ ബാബു സംവിധാനം ചെയ്ത വെൽക്കം ടു കൊടൈക്കനാലാണ്, ജഗദീഷ് നായകനായിട്ടുള്ള. ഏതു നിമിഷവും മരണത്തിലേക്ക് കടക്കാവുന്ന രോഗമുള്ള ഒരു നായകൻ. അയാൾ രോഗത്തെ കാര്യമായിട്ടെടുക്കാതെ വെളിച്ചം പരത്തി ജീവിക്കുന്ന മനുഷ്യനാണ്. വെൽക്കം ടു കൊടൈക്കനാൽ പലതവണ ടി പത്മനാഭൻ തിയേറ്ററിലും വീട്ടിലും ഒക്കെ ആയിട്ട് കണ്ടു. ഇങ്ങനെ ഒരു തീം, ഇതുപോലുള്ളൊരു കഥാബീജം എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ ജനിച്ചില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു. മറ്റൊരു സിനിമയിലോ കഥാസാഗരത്തിലോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് അദ്ദേഹം കണ്ടിട്ടുമില്ല എന്നത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. മാധ്യമം പത്രാധിപർ ബിജുരാജിൽ നിന്ന് കലു ഡെന്നിസിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു. അദ്ദേഹം വിളിച്ചു. ശരിക്കും പറഞ്ഞാൽ കലൂരാൻ ഞെട്ടിപ്പൊട്ടിത്തെറിച്ചിരിക്കാം. കാരണം ടി പത്മനാഭനാണ് വിളിക്കുന്നത് മറുവശത്ത്. മലയാള ചെറുകഥാ സാഹിത്യരംഗത്തെ കുലപതിയായ താൻ തിരക്കഥ എഴുതിയ സിനിമ പല പ്രാവശ്യം കണ്ടിട്ട് തൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചിന്തിച്ചാൽ കുളിര് കോരും ആർക്കുമായാലും. കലൂരാനും കുളിര് കോരിയിരിക്കും. വ്യക്തിപരമായി ഒരു ബന്ധവുമില്ലാത്ത കലു ഡെന്നിസിനോട് ആദ്യം തിരക്കിയത് ഈ കഥയ്ക്ക് വല്ല ഇംഗ്ലീഷ് സിനിമയോടോ നോവലിനോടോ കടപ്പാടുണ്ടോ എന്നായിരുന്നു. സാറിൻ്റെ സംശയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമയുടെ കഥ എൻ്റെതല്ല സാർ, സംവിധാന ഇരട്ടകളായ അനിൽ ബാബുവിൻ്റേതുമല്ല. അത് മറ്റൊരു തിരക്കഥാകൃത്തായ ഇപ്പോൾ സംവിധായകനായ AK സാജൻ്റേതാണ്. പിന്നെ സാറിൻ്റെ സംശയം ന്യായമാണ്. നമ്മുടെ മലയാള സിനിമയല്ലേ, ഇങ്ങനെയൊക്കെ ഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. എവിടെ നിന്ന് ചുരണ്ട ആളെന്ന് സംശയിക്കാം. അതിൽ ന്യായമുണ്ട് എന്നാണ് കലൂരാൻ പറഞ്ഞത്. ഈ നിറഭേദങ്ങൾ പുസ്തകത്തിൽ കുറച്ച് ചിത്രങ്ങളുടെ പിറവിയും സാക്ഷാത്കാരത്തെയും പറ്റി എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് രക്തം എന്ന ചിത്രത്തെ പറ്റിയാണ്. റിലീസിന് മുമ്പേ വാർത്തകളിൽ ഇടം പിടിച്ച പോസ്റ്ററിനെ പറ്റി വലിയ ചർച്ചകൾ നടന്ന ചിത്രമായിരുന്നു ചിത്രം. കലൂരിൽ ആസാദ്, അശോക എന്നീ 2 പേരുകളിൽ B ക്ലാസ്സാണോ C ക്ലാസ്സാണോ എന്ന് എനിക്കറിയില്ല, തിയേറ്ററിലുണ്ടായിരുന്നു കലൂരാൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോഴാണ് ഈ തിയേറ്ററിലുണ്ടായിരുന്നത്. സ്കൂളിലേക്ക് 3 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു വീട്ടിൽ നിന്ന്. അക്കാലത്ത് ഈ 2 തിയേറ്ററുകളിലും കളിക്കുന്ന സിനിമകളുടെ 30-40 പോസ്റ്റർ കടകളിലൊക്കെ ഒരു ബോർഡിൽ അടിച്ചൊട്ടിക്കുമായിരുന്നു. ഇതിൽ ആ കടക്കാർക്ക് ആ സിനിമ കാണാനുള്ള പാസ് കൊടുക്കും തിയേറ്ററിൽ. എൻ്റെ നാട്ടിൽ ഫാസില തിയേറ്ററിൻ്റെ ഫോട്ടോ ഇതുപോലുള്ള പോസ്റ്റർ വയ്ക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഈ 30-40 പോസ്റ്ററിൽ ചെമ്മീൻ എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ ചെമ്മീനിൽ സത്യമാഷും ഷീലാമിയൊക്കെ ഉള്ള പോസ്റ്ററായിരിക്കും. അതൊക്കെ നോക്കി നടക്കലായിരുന്നു കുട്ടിക്കാലത്ത് കലൂരാൻ്റെ കൗതുകം. 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഡെന്നീസിന് തന്നെപ്പോലെ തന്നെ സിനിമയോട് താല്പര്യമുള്ള ഒരു കൂട്ടുകാരനെ കിട്ടി. അവൻ്റെ അച്ഛന് അശോക തിയേറ്ററിൽ ടിക്കറ്റ് കീറലാണ് ജോലി. ടിക്കറ്റും കൊണ്ടുവരുമ്പോൾ കയറ്റി വിടുക, അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അതുപോലെ ഒരു ജോലി എൻ്റെ അച്ഛന് കിട്ടിയെങ്കിലെന്ന് കലൂരാൻ ആഗ്രഹിച്ചു. കാരണം അവിടെ വരുന്ന സിനിമകളൊക്കെ ഈ മനുഷ്യൻ്റെ വീട്ടുകാർക്ക് ഫ്രീ ആണ്. അപ്പോൾ കലൂരാൻ്റെ കൂട്ടുകാരൻ, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനെ എല്ലാ സിനിമയും പോയി ഫ്രീ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ വരുന്ന സിനിമകളുടെ നോട്ടീസും പാട്ടുപുസ്തകങ്ങളും ഒക്കെ അവന് കിട്ടും, അച്ഛൻ കൊണ്ട് കൊടുക്കും. എൻ്റെ അപ്പനും
അവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇതേപോലെ ഫ്രീ ആയി സിനിമകൾ കാണാം, പാട്ടുപുസ്തകവും സിനിമാ നോട്ടീസും ഒക്കെ കിട്ടുകയും ചെയ്യുമായിരുന്നു എന്ന് കുഞ്ഞ് ഡെന്നീസിന് ആഗ്രഹം ഉദിച്ചു മനസ്സിൽ. കല്ലൂരാൻ്റെ അപ്പന് കലൂർ പാറയപ്പറമ്പത്ത് മുക്കിൽ ചായക്കടയാണ്. ഈ പാറയപ്പറമ്പത്ത് മുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്ത് ഒരിടത്തും കാണാൻ കഴിയില്ല. ദേശാഭിമാനി പത്രത്തിൻ്റെ ഓഫീസും പ്രസ്സും വന്നപ്പോൾ പാറയപ്പറമ്പ് മുക്ക് ദേശാഭിമാനി ജംഗ്ഷനായി മാറി. 3 സഹോദരിമാർക്ക് ഒരൊറ്റ സഹോദരനാണ് കലൂരാൻ. കുഞ്ഞു പ്രായത്തിൽ സിനിമാ പ്രാന്ത് അവൻ്റെ തലയിൽ കയറിയത് ഓർത്തും, അങ്ങനെ മോൻ്റെ തലയിൽ സിനിമാ പ്രാന്ത് കയറിയത് ഓർത്ത് വഴിതെറ്റിപ്പോകുമോ എൻ്റെ മോൻ എന്ന ആധിയിലായിരുന്നു അമ്മ. ഒരറിയപ്പെടുന്ന സിനിമാക്കാരനായി കലൂരാൻ മാറിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും ആ അമ്മ തന്നെയായിരുന്നു. ദീപിക ദിനപത്രത്തിൽ ഞായറാഴ്ച വാരാന്ത്യ പതിപ്പിൽ വരുന്ന ജനകീയ നോവലിസ്റ്റായ മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ വന്നപ്പോൾ മുടങ്ങാതെ വായിച്ച് മുട്ടത്ത് വർക്കിയുടെ ആരാധകനായ എഴുത്തിൽ ആവേശമുണ്ടാക്കിയ ആളായിരുന്നു കലു ഡെന്നീസ്. മലയാളത്തിൽ ഓപ്പോൾ ആരോരും അറിയാതെ അടക്കം ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത ഒരു ബാനറുണ്ട്, ഏഞ്ചൽ ഫിലിംസ്. ആ ഏഞ്ചൽ ഫിലിംസ് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ നിർമ്മാതാവായ MD ജോർജിന് ഒരു സിനിമ വാരികയുണ്ടായിരുന്നു, എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്നത്, ചിത്രകൗമുദി. യാദൃച്ഛികമായി MD ജോർജിനെ കലൂരാൻ എവിടെയോ വെച്ച് പരിചയപ്പെട്ടു. ചെറുതായി കഥകൾ എഴുതുന്ന ആളാണ്, സിനിമാ ലേഖനങ്ങൾ പ്രത്യേകിച്ച് തമിഴ് സിനിമകളെ പറ്റി എഴുതുന്ന ആളാണ് എന്നറിഞ്ഞപ്പോൾ, എന്നാൽ ഡെന്നീസ് ഒരു കാര്യം ചെയ്യും, ചിത്രകൗമുദിയിലും എഴുതു എന്നായി MD ജോർജ്. കലൂരാൻ ചിത്രകൗമുദിയിൽ എഴുതാൻ തുടങ്ങി. കഥകൾ, നോവലുകൾ, തമിഴ് സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ എഴുതി ചിത്രകൗമുദിയിൽ. മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ ആരംഭിച്ചപ്പോൾ ചിത്രകൗമുദിയുടെ സർക്കുലേഷൻ കുത്തനെ കൂടിക്കൂടി വന്നു. ഇപ്പോൾ നമ്മളെ ജോയ്സിയൊക്കെ എഴുതും പോലെ ജനകീയനായിരുന്നല്ലോ മുട്ടത്ത് വർക്കി. ഇവിടുത്തെ വലിയ നോവലിസ്റ്റുകൾ പോലും മനസ്സിൽ ആരാധിക്കുന്ന എഴുത്തുകാരനാണ് മുട്ടത്ത് വർക്കി, പുറത്തു പറയില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ നോവൽ വലിയ ഹിറ്റായി സർക്കുലേഷൻ കൂടി വന്നപ്പോൾ ചിത്രകൗമുദി കാശ് വാരാൻ തുടങ്ങി. അപ്പോൾ MD ജോർജിനെ പഴയകാല കഥകളൊക്കെ മറന്നതുപോലെ കലൂരാന് തോന്നി. വന്ന വഴികൾ MD ജോർജ് മറന്നു തുടങ്ങിയോ, അദ്ദേഹം ഒരു പുത്തൻ പണക്കാരൻ്റെ ചേലുകളെല്ലാം കാണിക്കാൻ തുടങ്ങിയോ എന്ന് കലൂരാനൊരു സംശയം. കലൂരാനും MD ജോർജും സംസാരിച്ച് ഒരു ദിവസം പിണങ്ങി. ചിത്രകൗമുദിയിലെ എഴുത്ത് കലൂരാൻ നിർത്തി. MD ജോർജിൻ്റെ മുന്നിൽ ജയിച്ച് കാണിക്കണം എന്ന ചെറുതല്ലാത്തൊരു വാശി കലൂരാനുണ്ടായി. അതാർക്കായാലും ഉണ്ടാവുമല്ലോ. നനച്ചിരിക്കാതെ സൗഭാഗ്യങ്ങൾ വന്നു കയറുമ്പോൾ ചിലർ ഇന്നലെകൾ മറക്കും, പരിചിതരെ മറക്കും. അത് സ്വാഭാവികമാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അപ്പോൾ കലൂരാനും ഒരു വാശി തോന്നി. ചിത്രകൗമുദിയെ വെല്ലുന്ന ഒരു പ്രസിദ്ധീകരണം തുടങ്ങി വിജയിപ്പിച്ച് കാണിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അക്കാലത്ത് എറണാകുളത്തു നിന്ന് തന്നെ AM രാമചന്ദ്രൻ എന്ന ഒരാൾ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. ചിത്ര പൗർണമി എന്നായിരുന്നു ആ സിനിമ വാരികയുടെ പേര്. 3-4 മാസമായി ചിത്ര പൗർണമി മുടങ്ങിപ്പോയി, പൈസയില്ലാതെ. AM രാമചന്ദ്രനെ പോയി കണ്ടു കലൂരാൻ. പ്രേം നസീർ വിളക്കുകൊളുത്തി തുടങ്ങിയ പ്രസിദ്ധീകരണമാണ്. ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ചിത്ര പൗർണമിയുടെ റൈറ്റ് രാമചന്ദ്രൻ കലൂരാൻ എഴുതി കൊടുത്തു. ചെറിയ തുകയാണ്, അക്കാലത്ത് ചെറിയൊരു തുകയെ ചോദിച്ചുള്ളൂ. അത് ഇല്ലായ്മ കൊണ്ട് ചോദിച്ചാണ്, അല്ലെങ്കിൽ അതും ചോദിക്കില്ലായിരുന്നു AM രാമേന്ദ്രൻ. കലൂരാൻ്റെ സുഹൃത്തുക്കൾ 3-4 പേരുണ്ടെങ്കിലും ആർട്ടിസ്റ്റ് കിത്തോയോടാണ്. ഒരുപാട് പോസ്റ്ററുകൾ ചെയ്ത ആളുണ്ടല്ലോ കിത്തോ, ആരോരും അറിയാതെ എന്ന് പറഞ്ഞ ഒരൊറ്റ സിനിമയിലെ പോസ്റ്റർ മതി. നെടുപടി വേണു കുതിരയുടെ തേർ തെളിക്കുന്ന തേരാളിയായിട്ട്, മധുസാറിനെയും കരമനെയും ഭരത് ഗോപിയൊക്കെ കുതിരകളായിട്ട് വരച്ച ഒരു പ്രശസ്ത, അക്കാലത്ത് വലിയ ആ പടം ഹിറ്റാവുന്നതിന് ഒരു കാരണം ഈ കിത്തോ ചേട്ടൻ്റെ ഈ പോസ്റ്ററായിരുന്നു. അപ്പോൾ കിത്തോയുമായിട്ടായിരുന്നു കലൂരാന് 4-5 സുഹൃത്തുക്കളുണ്ടെങ്കിലും ആത്മബന്ധമുണ്ടായിരുന്നു കിത്തോയോടായിരുന്നു.
1972 53 വർഷം മുമ്പത്തെ കഥയാണ് പറയണേ. കിത്തോയുടെ MG റോഡിലുള്ള മുറിയിൽ ചിത്ര പൗർണമിയുടെ ബോർഡ് കൂടി ഉയർന്നു. കിത്തോ മാനേജിങ് എഡിറ്റർ, പിന്നെ അടുത്ത കാലത്ത് MLAയും MP ഒക്കെ ആയ സെബാസ്റ്റ്യൻ പോള് ചീഫ് എഡിറ്റർ, കലൂരാൻ പത്രാധിപർ. ഇവരോടൊപ്പം കാനറ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ജോൺ പോൾ, നമ്മുടെ പിന്നീട് തിരക്കഥാകൃത്തായി മാറിയ ജോൺ പോൾ, കേരള ടൈംസിലെ ആൻ്റണി ചടയമറി, പീറ്റർ ലാൽ, ഫോട്ടോഗ്രാഫർ, പിന്നെ ഡയറക്ടറും നിർമ്മാതാവും ഒക്കെ ആയി മാറിയ ആൻ്റണി ഈസ്റ്റ്മാൻ, പിന്നീട് കഥാകൃത്തും തിരക്കഥാകൃത്തുമായി മാറിയ AR മുകേഷ് മുതലായവരൊക്കെ ഈ ടീമിൻ്റെ കൂടെ ചേർന്നു. അതൊരു ദൃഢമായ കൂട്ടായ്മയായി മാറി. പ്രേം നസീർ വിളക്ക് കൊളുത്തി തുടങ്ങിയ പ്രസിദ്ധീകരണമായതിനാൽ സിനിമാക്കാർ ഒരു പ്രത്യേക പരിഗണന തന്നെ നൽകി. ചിത്ര പൗർണമിയുടെ വരവ് എറണാകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മൂവി, ചിത്രകൗമുദി, ഫിലിംനാഥം മുതലായവയുടെ സർക്കുലേഷനെ നന്നായിട്ട് ബാധിച്ചു. അങ്ങനെ മധുരതരമായി MD ജോർജിനെ ഒന്ന് ഞോണ്ടാനെങ്കിലുമായി കല്ലു ഡെന്നിസിന്. നന്ദി, നമസ്കാരം.